മാലാഖ എന്ന കഥയുടെ തുടർഭാഗം. സാറയുടെ ഡിഗ്രി കഴിഞ്ഞത് ബി.എഡിന് പോകണമെന്നായി. അടുത്ത ആവശ്യം. ഇതുകൂടി പാസ്സായാൽ ഏതെങ്കിലും സ്കൂളിൽ പണി കിട്ടും. അത് നിനക്കൊരു താങ്ങാവുമെന്ന് അറിയാവുന്ന ചിലർ പറഞ്ഞു. എനിക്ക് താങ്ങായില്ലെങ്കിലും വേണ്ടില്ല, അവൾക്കൊരു ജീവിതമാർഗമാകുമല്ലോ, അത്രയേ ഞാൻ ചിന്തിച്ചുള്ളൂ. പള്ളിയുടെ കോളേജിൽ ബി.എഡ് ഉണ്ട്. അവിടെ ഫീസും കൊടുക്കേണ്ടി വരും. ചെറിയ ചില ഇളവുകൾ നൽകാമെന്ന് ഇടവകയിലെ അച്ഛൻ എന്നോട് പറഞ്ഞു. ആദ്യം തന്നെ 10,000 രൂപ ഫീസ് അടയ്ക്കണം. എവിടെ നിന്നുണ്ടാകും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. അമ്മച്ചിയുടെ ഒരു മാലയും 2 കമ്മലും 2 വളയുമുണ്ട്. ഇന്ന് വരെ ഒരാവശ്യത്തിനും ഞാനതിൽ തൊട്ടിട്ടില്ല. എന്തു വന്നാലും ഞാനതിൽ തൊടത്തില്ല. അമ്മച്ചി ജീവിതകാലം മുഴുവൻ അണിഞ്ഞിരുന്നതാണ്. ഞാൻ നിധി പോലെയാണ് അത് കാത്തു സൂക്ഷിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് വരെ അതേ തൊട്ടിട്ടില്ല. അതിനൊരു ലക്ഷ്യവുമുണ്ട്. ആ ആഭരണം സാറയ്ക്ക് അവളുടെ വിവാഹാവശ്യത്തിന് എടുക്കാം. പൈസയ്ക്ക് മറ്റെന്തെങ്കിലും വഴി കാണാം. മറിയയുടെ ആഗ്രഹം സാധിച്ചല്ലേ പറ്റൂ. അവസാനം തപ്പിത്തടഞ്ഞ് കണ്ടുപിടിച്ചത് കഴുത്തിലണിഞ്ഞിരിക്കുന്ന 1.5 പവൻ്റെ മാലയാണ്. അതെൻ്റെ ഓർമ്മയിൽ വരാതിരുന്നത് എന്തെന്ന് എനിക്ക് തോന്നി. വലിയൊരു ആശ്വാസവും എനിക്കപ്പോൾ തോന്നി. അന്നെനിക്ക് എങ്കിലും ചെറിയൊരു വിഷമം തോന്നി. പണ്ട് അപ്പച്ചനും അമ്മച്ചിയും തന്നെ ചെറുപ്പത്തിൽ അണിയിച്ചതാണ് ആ മാല. എങ്കിലും മറിയയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാണ്. എനിക്ക് സാധിക്കാത്ത പടവുകളൊക്കെ അവൾക്ക് കയറാൻ സാധിച്ചാൽ അത് കണ്ട് സന്തോഷിക്കാമല്ലോ. രാവിലെ തന്നെ അത് പട്ടണത്തിലെ സ്വർണ്ണക്കടയിൽ കൊടുക്കാൻ ഞാൻ ഒരാളുടെ പക്കം കൊടുത്തുവിട്ടു. അതിൻ്റെ പണവും വാങ്ങി വിറ്റ് മറിയയുടെ ഫീസ് അടയ്ക്കാൻ കൊടുത്തു. എങ്ങനെ ഈ പണം ഉണ്ടായി എന്ന് പോലും മറിയ ചോദിച്ചില്ല. അവളത് വാങ്ങി. പക്ഷേ തോമസ് ചോദിച്ചു, ചേച്ചിയമ്മയുടെ മാല എവിടെ? അത് കാണുന്നില്ലല്ലോ. വൈകിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, മോനെ, കുഞ്ഞേച്ചിക്ക് ഫീസ് അടയ്ക്കണ്ടായോ? തൽക്കാലം ചേച്ചിയമ്മ ഇതേ കണ്ടുള്ളൂ. അവൻ്റെ മുഖം വാടി. അവൻ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ വലുതായിട്ട് അതിനേക്കാൾ വലിയൊരു മാല വാങ്ങി കഴുത്തിലിട്ട് തരും, തീർച്ച. മറിയ കുറേ നീ കൊടുക്കും എന്ന മട്ടിൽ തലയാട്ടി. തോമസ് എപ്പോഴും അന്നയ്ക്കൊരു ആശ്വാസം പകരും. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അവൻ്റേത്. എത്രത്തോളം ചുരുങ്ങി ജീവിക്കാമോ അത്രത്തോളം ചുരുങ്ങിയാണ് അവൻ ജീവിക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു രൂപ പോലും ചെലവ് ചെയ്യില്ല, ചോദിക്കത്തുമില്ല. മറിയയുടെ നേരെ തിരിഞ്ഞ സ്വഭാവം. മറിയയുടെ ബി.എഡ് കഴിഞ്ഞു. പള്ളിവക സ്കൂളിൽ തൽക്കാലം പഠിപ്പിക്കാനൊരു അവസരം വന്നാൽ മറിയയ്ക്ക് കൊടുക്കാമെന്ന് ഇടവക അച്ഛൻ അന്നയോട് പറഞ്ഞു. എങ്കിലും ഒരൊഴിവ് വന്നാൽ വിളിക്കാമെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊരു അനക്കമുണ്ടായില്ല. തോമസ് 10ാം ക്ലാസ്സിലായി. പഠിത്തത്തിനോടൊപ്പം തോമസ് അന്നയെ തനിക്കാവുമെണ്ണം സഹായിക്കും. പഠിത്തത്തോടൊപ്പം എല്ലാ മത്സരങ്ങളിലും അവൻ പങ്കെടുക്കും. കുഞ്ഞുനാളിൽ തൊട്ടേ അവൻ അതിലും താല്പര്യമുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുമുണ്ട്. എന്തിനു പോയാലും തൻ്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങാൻ അവൻ കാത്തു നിൽക്കുമായിരുന്നു. മനസ്സിൽ ധാരാളം നന്മകളുള്ള കുഞ്ഞ്. ആ വർഷം നല്ല മാർക്കോടെ തോമസ് 10ാം ക്ലാസ് പാസ്സായി. സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷം. തൻ്റെ സന്തോഷം കണ്ട മറിയ അന്നയോട് ചോദിച്ചു, നിങ്ങളുടെ സന്തോഷം കണ്ട തോന്നും നിങ്ങൾ ആ മാർക്ക് മേടിച്ചതെന്ന്. അവൻ കഷ്ടപ്പെട്ട് പഠിച്ചു, മാർക്ക് വാങ്ങി. അല്ലാതെ പാടത്തും പറമ്പിലും കിടന്ന് ചാണകവും വാരി കിട്ടിയതല്ല. ചങ്കിൽ കത്തി കുത്തിയിറക്കുന്നത് പോലെയുള്ള വാക്കുകൾ. മാത്രമല്ല, അവളിപ്പോൾ എന്നെ ചേച്ചി എന്ന് വിളിക്കാറില്ല. പക്ഷെ ഞാൻ മനസ്സിലെ വിഷമം മുഖത്ത് കാണിക്കാറില്ല. മറിയ എന്തു പറഞ്ഞാലും തോമസ് അറിയാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം അവർ തമ്മിൽ ഒരിക്കലും അകലാൻ പാടില്ല. മറിയ പറയുന്നതെല്ലാം ചിരിച്ചുകൊണ്ട് ഞാൻ തള്ളിക്കളയും. ആ ഇടയ്ക്ക് തന്നെ പല പ്രാവശ്യം വികാരിയച്ഛനോട് അന്ന പോയി പറഞ്ഞു, എങ്ങനെയെങ്കിലും മറിയയുടെ കാര്യം അച്ഛൻ പറഞ്ഞൊന്ന് ശരിയാക്കി തരണേ. അവസാനം പള്ളിയുടെ സ്കൂളിൽ മാനേജ്മെൻറ്റിൻ്റെ കോട്ടയിൽ മറിയയ്ക്ക് അവിടെ ഒരു നിയമനം ഉറപ്പാക്കി തരാമെന്ന് അച്ഛനേറ്റു. പക്ഷേ എത്ര കുറച്ചാലും 1,00,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായി കമ്മിറ്റിയുടെ തീരുമാനം. എന്ത് ചെയ്യണമെന്നറിയാതെ അന്ന വിഷമിച്ചു. ഇതുവരെ ഒരു തുണ്ട് ഭൂമി പോലും വിറ്റിട്ടില്ല. അപ്പച്ചൻ്റെ വിയർപ്പാണ് അത്. അന്നയ്ക്കറിയാം. ജോലിക്കാരും വീട്ടിൽ ചർച്ചയായി. മറിയയ്ക്ക് എന്ത് ചെയ്തിട്ടായാലും ആ ജോലി വാങ്ങിക്കിട്ടണം, മറ്റൊന്നും അറിയണ്ട. ഞാനും തോമസും പള്ളി വികാരിയച്ഛനും ഇരുന്ന് ചിന്തിച്ചു. അവസാന സ്ഥലത്തിൻ്റെ 10 സെൻറ്റ് വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ സെൻറ്റ് ഒന്നിന് 25,000 വെച്ച് 10 സെൻറ്റ് സ്ഥലം അടുത്തുള്ള വറീത് ചേട്ടന് കൊടുത്തു. അതിൽ നിന്നും 1,00,000 രൂപ സ്കൂൾ നിയമത്തിന് കൊടുത്തു. ബാക്കി പണം 1 രൂപ പോലും തൊടാതെ ബാങ്കിൽ നിക്ഷേപിച്ചു. മറിയ ജോലിക്ക് പോയി തുടങ്ങി. ആദ്യത്തെ ശമ്പളം കിട്ടി. പക്ഷേ 1 രൂപ പോലും വീട്ടിൽ കൊണ്ടുവന്നില്ല. അത് അപ്പാടെ അവളുടെ പേരിൽ ബാങ്കിലിട്ടു. ഞാൻ ഒരിക്കൽ പോലും ചോദിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച്. പക്ഷേ തോമസ് ചോദിച്ചു, കൊച്ചേച്ചി ശമ്പളം കിട്ടിയില്ലേ?
കുറച്ചെങ്കിലും ചേച്ചിയമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു. ഉടൻ തന്നെ അവൻ്റെ നേരെ തട്ടിക്കയറി. നിനക്ക് കിട്ടുമ്പോൾ അങ്ങ് കൊടുത്തേരെ, എനിക്കിപ്പോൾ സൗകര്യമില്ല. തോമസ് വേണ്ട, മിണ്ടാതിരിക്കെ, അവനെ ഞാൻ വിലക്കി. അത് കേട്ട മറിയ പറഞ്ഞു, എല്ലാം പറഞ്ഞ് പറയിപ്പിച്ചിട്ട് അഭിനയിക്കണ്ട. അന്നയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു അവളോട്. അന്ന വീണ്ടും പറമ്പിലും പാടത്തും എരിപൊരി വെയിലത്തും കിടന്ന് കഷ്ടപ്പെട്ടു കൊണ്ടേയിരുന്നു. പലരും ചോദിച്ചു, മറിയയ്ക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയോ? അന്നയ്ക്കും മോനും എന്തു വാങ്ങി തന്നു? ഞാൻ കള്ളം പറഞ്ഞു. ഒരുപാട് പലഹാരങ്ങളും സാരിയും ഉടുപ്പും ഒക്കെ വാങ്ങി. അല്ലേ തോമസേ? ഞാൻ തോമസിനോട് ചോദിച്ചു. കാരണം അവൻ ചാടി കയറി ഒന്നും പറയാതിരിക്കുവാൻ വേണ്ടി. തോമസ് പ്രീ ഡിഗ്രി പാസ്സായി, നല്ല മാർക്കോടെ തന്നെ. ഇനിയും ഞാൻ പഠിക്കുന്നില്ല, തോമസ് അന്നയോട് പറഞ്ഞു. അടുത്ത ഭാഗവുമായി